ബൽറാം, കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്വാഭാവികമായും കേരളത്തിന് നിലവിലെ സാഹചര്യത്തിൽ കടമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് ഏറെ വൈകിയായിരിക്കുമോ ഇനി ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക? എന്തൊക്കെയാണ് ആ ഭാഗത്ത് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, ഈ കേരളത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഇത് വിശദമായി പരിഗണിക്കേണ്ട വിഷയം എന്നാണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ച ഘട്ടത്തിൽ ഉടൻ തന്നെ വ്യക്തമാക്കിയത്. കേരളം ഒരു ആശ്വാസം, ഇന്നത്തെ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അതിന് തിരിച്ചടിയാകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം, ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ സങ്കീർണത അത് പരിഗണിച്ചുകൊണ്ട് തന്നെ വിശാലമായ ഒരു ബെഞ്ച് പരിഗണിക്കുന്നതാണ് ഉചിതം എന്ന വിധിയെഴുതുകയാണ് 2 അംഗ ബെഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വിശദമായി പരിഗണിക്കുന്നതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള തീരുമാനവും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ കേന്ദ്രത്തിന്റെ ഇടപെടലവകാശം എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. വിശദമായി തന്നെ ഇക്കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാടാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന് ഈ വിഷയത്തിൽ ഉള്ളത്. പ്രധാനമായും ഈ വിഷയം എന്നുള്ളത് ഒരു സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കോടതികൾക്ക് ഈ വിഷയത്തിൽ ഏത് ഘട്ടം വരെ, ഏത് പരിധി വരെ ഇടപെടാനാകും എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ മറ്റ് നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ വിശദമായ പരിശോധിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് എത്തുകയും തുടർന്ന് ഈ വിഷയം ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് തീരുമാനിക്കുകയുമായിരുന്നു. എന്തായാലും വിധിയുടെ പുറത്തിറങ്ങാനുണ്ട്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഈ വിധി പകർപ്പ് ഇറങ്ങുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാവുക. നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉടൻ ഒരു ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നത് നിരാശയായിരിക്കുന്നു. എന്നാൽ തള്ളുകയോ അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു വിധി ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം എന്നുള്ളത്. വിശാലമായ വാദങ്ങൾ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും വാദമുഖങ്ങൾ വിശാല ബെഞ്ച്, അതായത് 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. തുടർന്നായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിന് കൂടുതൽ കടമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അനുകൂല വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. അതിനായി ഭരണഘടനാ ബെഞ്ച് അത് രൂപീകരിക്കേണ്ടതുണ്ട്. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.